സാധനങ്ങൾ തരാ സൂപ്പർ സൂപ്പറായിട്ട് അടിപൊളി. ഹലോ, അപ്പം ഞാനും ഇർഫാൻകുട്ടിയും എന്താണ് കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പറപ്പൂർക്ക് പോകാണ്ട് നിൽക്കുകയായിരുന്നു, വെഡിങ് ആനിവേഴ്സറീൻ്റെ. അപ്പോൾ പുറത്ത് നോക്കിയാൽ ഭയങ്കര മഴ. അപ്പോൾ തൽക്കാലം 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചിട്ട് വെയിറ്റാക്കി നിൽക്കുക. അപ്പോൾ മഴയൊക്കെ തോന്നിട്ട് പോകാമെന്ന് വെച്ചു. അല്ലെങ്കിൽ ഈ പോണ പോക്കിലെല്ലാം മഴയും കൊള്ളും. അല്ല ഇർഫാൻകുട്ടി ഇവിടെ ഉണ്ട്, ബിസിയാണ്. ഇർഫാൻകുട്ടിക്ക് തലയിൽ ഫുള്ള് ഫാനല്ല, അതുകൊണ്ട് വെറുതെ ഇങ്ങനെ അപ്പോൾ മഴയൊന്ന് തോർന്നിട്ട് പോകാമെന്ന് വെച്ചിരിക്കുകയാണ്. കാറ്റും മഴയായിട്ട് ചെറിയ രീതിക്ക് മഴയാണെങ്കിൽ തന്നെയും നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ നന്നായിട്ട് കൊള്ളും. അപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ട്, നല്ല കാറ്റുണ്ട്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടമ്മ. അത് ക്യാമറയിൽ കിട്ടുന്നുണ്ട് ഇർഫാൻകുട്ടി. കണ്ട ക്യാമറയിൽ കിട്ടുന്നുണ്ട്, സൂം അടിച്ചപ്പോൾ കിട്ടുന്നുണ്ട്. നിൽക്കിയാ അങ്ങനെ ഞാൻ ഇർഫാൻകുട്ടിയും വണ്ടിയിൽ കേക്ക് വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇർഫാൻകുട്ടി കേക്ക് വാങ്ങിയിട്ട് വരാം. വാടാ ഇർഫാൻകുട്ടി. ഡയറി മിൽക്ക് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് കൊണ്ടാട്ടി. അപ്പോൾ നമുക്ക് തൽക്കാലം പറപ്പൂർ പോയിട്ട് കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം. ഓക്കെ. ഇതാണ് നമ്മുടെ നാട്. നമ്മൾ ഈ റോഡൊക്കെ കാണുന്നുണ്ട് ഇർഫാൻകുട്ടി. നമ്മുടെ നാട് ഫുൾ പച്ചപ്പ് നിറഞ്ഞ നാടാണ്. ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് എന്താ പറയുക, നാടിനെയൊക്കെ ഒരുപാട് മിസ് ചെയ്യും. വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അറിയുന്നവരും വേണ്ടപ്പെട്ടവരൊക്കെയാണ്, ചുറ്റും വീടുകളൊക്കെ. അപ്പോൾ നമ്മുടെ വീട് സാധാരണ കുന്നത്താണ് നിൽക്കുന്നത്. വെള്ളപ്പൊക്കം കൊണ്ട് സാധാരണ എപ്പോഴും വെള്ളപ്പൊക്കം എല്ലാ വർഷവും വരാറുണ്ട്, പക്ഷെ നമ്മുടെ ഭാഗത്തേക്കൊന്നും വരില്ല. ഉപ്പാനെ എടുക്കും, ഉപ്പാനെ വീഡിയോ, ഉപ്പാനെ ഇപ്പുറത്തെ സൈഡ് അടുക്ക്. അല്ലേ പറപ്പൂര് പോയിട്ടല്ലേ, പറപ്പൂര്. പെൺകുട്ടിയാണ് ഇന്ന് ഫുൾ ക്യാമറ. ഉപ്പ കച്ചവടം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാഴ്ചകൾ, പോകുന്ന കാഴ്ചകൾ പറപ്പൂർ എത്താനാകുമ്പോൾ നമുക്ക് വീഡിയോ പിടിക്കാം. ഇതാണ് പറപ്പൂര് പള്ളി അല്ലേ? പറപ്പൂര് പള്ളി, ഇടത് ഭാഗത്ത് പെട്രോൾ പമ്പ്. ഇവിടെയാണ് നമ്മുടെ ഇർഫാൻകുട്ടി പഠിക്കുന്ന സ്ഥലം, പറപ്പൂര് സെൻറ്റ് ജോൺസ് ഹൈസ്കൂൾ. ഇവിടെയാണ് നമ്മളും ഒക്കെ പഠിച്ചത്, ഇവിടെ തന്നെയാണ്. ഇർഫാൻകുട്ടി ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഇവിടെ തന്നെയാണ് അല്ലേ? ഇതാണ് പറപ്പൂര് പള്ളി. ഇത് കാണിച്ചു കൊടുക്കും ഇർഫാൻകുട്ടി. പറപ്പൂര് പള്ളി കറക്റ്റ് വരുന്നത് കറക്റ്റ് ഒരു വളവിലാണ്. പള്ളി കാണിച്ചു കൊടുക്കുതാ, പള്ളി കാണിക്കുന്നുണ്ടാ? ആദ്യം നമുക്ക് ATM ബാങ്കിലേക്ക് പോയിട്ടേ നമുക്ക് ATMിലേക്ക് പോവാം. ഒരു പൈസ എടുത്തിട്ട് നേരെ ഇതാണ് നമ്മുടെ പറപ്പൂര് ചന്ത. സ്കൂൾ പഠന സമയത്തൊക്കെ ഒരുപാട് ഓർമ്മകളാണ്. ബസ് കാത്തു നിന്നിട്ടും അങ്ങനെയൊക്കെ. നമ്മുടെ ധനലക്ഷ്മി ATMിൻ്റെ നമ്മൾ ATMിൽ നിന്ന് പൈസ എടുത്തു. ഇനി അടുത്ത് നമ്മൾ കറക്റ്റ് ബേക്കറിയിലേക്ക് പോവാം. കേക്ക് ഏത് തരം ഉള്ളത് നോക്കി വെക്കാം. പടാം. അതെങ്കോ ചേച്ചി, കേക്ക് എത്ര കിലോൻ്റെ ഉള്ളേ? കയ്പയ്ക്ക് ഇതിനുള്ളിലല്ലേ ഇർഫാൻകുട്ടി കേക്കുള്ളേ? നമ്മൾ ആ ചേച്ചീൻ്റെ അടുത്ത് കേക്ക് വെച്ചിട്ടുണ്ട്, ചേച്ചി വരുന്നുണ്ട്. ഇതിപ്പോൾ എത്ര കിലോൻ്റെയാ? 1 കിലോൻ്റെ ഏതാ? വെള്ളം ഒന്നാ? ഒന്നിൻ്റെ മതി.
ഇത് ആളൊന്നുമില്ല. അത് ഏതാ ഇത് പേര്? വൈറ്റ് ഫോറസ്റ്റ്. ഇതിൻ്റെ വേറെ ഒന്നിൻ്റെ ഉണ്ട്, അത് ഇതൊന്നും ഒന്നുള്ളൂ കൊണ്ടുവന്നിട്ടാണല്ലേ. ഇതിന് എത്രയാ റേറ്റ്? 550 അല്ലേ? എഴുതി തരൂലല്ലേ? പിന്നെ അതന്നെ എടുത്തോ. അത് പോരെ എളുപ്പമട്ടി. ലോട്ടറി എത്ര ചേട്ടാ? 50 ഉറുപ്പ്യുള്ള ഒന്നിന്. പിന്നെ വരുന്നത് സാലിഹ എന്നാണ്. അത് അവിടെ ഇങ്ങനെ മേലക്കായിട്ട് വേണമെങ്കിൽ എഴുതിക്കോ. സാലിഹ SALIHA. ആ മതി. ഇവിടെ വേണമെങ്കിൽ ഇല്ല കൂട്ടോ, ഒഴിഞ്ഞ് കിടക്കണ്ട്. ആ അടിപൊളി. ഇപ്പൊ പേരും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞു അല്ലേ? ആ ചോദിച്ചോ. പച്ചക്കറി കടയിൽ പോയിട്ടേ എന്നിട്ട് 10 കോഴിമുട്ട. ഹായ്. അതെ, ഇന്ന് മൂത്ത മോൻ്റെ എൻ്റെ സെഫി മോൻ്റെ കല്യാണം കഴിഞ്ഞ 2 കൊല്ലം എത്തിയ വാർഷികമാണ്. അപ്പം ഇന്ന് 21-ാം തീയതി എൻ്റെ മോൻ്റെ കല്യാണ വാർഷികം. അതിന് നമ്മളിന്ന് മന്തി റൈസാണ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ചിക്കൻ ഒരു ട്രിപ്പ് വെവിച്ച് വെച്ച് മസാലയൊക്കെ മന്തിയുടെ മസാലയൊക്കെ തിരുമ്പി വെവിച്ച് വെച്ച് ആവിയിൽ വെവിച്ച് വെച്ച് നമ്മൾ രണ്ടാമത്തെ ഇടുകയാണ്. രണ്ടാമത്തെയും കൂടി ഇട്ടിട്ട് അത് വെന്ത് വന്നാൽ നമ്മൾ പിന്നെ ബിരിയാണിക്കുള്ള റൈസിനുള്ള പരിപാടികൾ തുടങ്ങും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് അടച്ച് ഇത് നല്ല കവറാണ് കേട്ടോ. കവറിൽ വെച്ചിട്ട് വേറെ ഇതൊന്നും വിചാരിക്കണ്ട. പക്ഷെ അത് നല്ല കവറാണ്, അത് അങ്ങനെ പിടിക്കില്ല. അപ്പോൾ നമ്മളിത് ആവി വെച്ചിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഇതൊക്കെ പോകില്ല. അപ്പോൾ ആ ഉള്ളിൽ അടിച്ചിട്ട് ഓട്ടയാക്കിയിട്ടാണ് നമ്മൾ ചിക്കൻ വെച്ചിരിക്കുന്നത്, മസാല പരട്ടിയിട്ട്. അപ്പോൾ അത് നല്ലപോലെ വെന്ത് വരട്ടെ. വെന്ത് വന്ന ശേഷം നമുക്ക് ഇതിൻ്റെ വെള്ളം അളന്നിട്ട് വേണം ഇനി മന്തിയിലേക്ക് അരിക്കുള്ള വെള്ളം വെച്ചിട്ട് നമ്മൾ അരി വെവിച്ചെടുക്കല്ല, റൈസ് മന്തി പോലെ ആവിയിൽ ദമ്മ് ബിരിയാണി പോലെ നമ്മൾ ആക്കിയെടുക്കണം. അപ്പോൾ അത് ആയി വരട്ടെ. ഇനി ബാക്കി പണികൾ നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ നമ്മളിന്ന് സ്പെഷ്യൽ കുഴിമന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ കുഴിയൊന്നുമില്ല, മന്തിയാണ്. അപ്പോൾ മന്തിനുള്ള ഒരുക്കങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മസാലയും കാര്യങ്ങളും ഒക്കെ പുരട്ടി വെച്ചിട്ട് നമ്മൾ ആവിയിൽ അത്
വേവിച്ചെടുക്കുകയാണ് അല്ലേ മാ? അതെ. ആവിയിൽ വേവിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടികൾ അരിയും പിന്നെ അങ്ങനത്തെ മസാല കാര്യങ്ങളൊക്കെ മന്തിക്കുള്ള ചിക്കൻ വേവിച്ചെടുത്ത ശേഷം നമ്മൾ ചിക്കനെ ഒന്ന് പൊരിച്ചെടുക്കും. പൊരിച്ചെടുത്തിട്ടാണ് പിന്നെ റൈസിൽ അങ്ങോട്ട് കിടക്കുക. അപ്പോഴേക്കും പിന്നെ അത് പൊരിച്ചെടുത്ത് വെച്ച ശേഷമാണ് പിന്നെ നമ്മൾ ചോറിനുള്ള വെള്ളം കളഞ്ഞിട്ട് നമ്മൾ മന്തി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ ഇത് വെന്ത് വന്നിട്ട് ബാക്കി മറ്റേ ചോറിൻ്റെ കാര്യം നമ്മൾ അതിലിടുന്നുണ്ട്. ഇനി ഇർപ്പാൻകുട്ടി മന്തി റൈസ് എന്താ പറയാ കഴിച്ചിട്ട് ഓടിയാ ഇർപ്പാൻകുട്ടി മന്തി റൈസ് കഴിച്ചിട്ട് പറയും എങ്ങനെയുണ്ട്, ഇത് ഹോട്ടൽ മന്തി റൈസ് പോലെ ഉണ്ടോ അതോ നോർമൽ മന്തി റൈസ് പറയില്ലേ? എന്താ പറയാ? ഇർപ്പാൻകുട്ടിക്ക് നാണക്കേടും മാനക്കേടൊക്കെ വന്നു. അപ്പോ കളവിന്റെ സ്പെഷ്യൽ മന്തിയാണ് ഇന്ന്. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കാം. സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ, കണ്ട ഇവിടെ വേവിക്കുന്നേ ഉള്ളൂ. സ്റ്റാർട്ടിങ് അല്ലേ, 4ാമത്തെ വട്ടാണ് വെക്കുന്നത്. അതല്ല മന്തി വെക്കാൻ തുടങ്ങി. മന്തി വെക്കാന് ചിക്കൻ ഒരു ട്രിപ്പ് എടുത്തു കഴിഞ്ഞു. ഇനി 2ാമത്തെ ചിക്കൻ അടുപ്പത്ത് ഇഡ്ലിച്ചമ്പിൽ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ നമ്മൾ മറ്റേക്ക് കിടക്കും. അപ്പൊ നമുക്ക് ഇൻഷാല്ലാ കാണിക്കാം. അപ്പൊ അടുത്ത സ്റ്റെപ്പ് നമുക്ക് കാണാം. ഇത് ഇർപ്പാൻകുട്ടിയെ കൊണ്ട് ഉണ്ട്, കാത്തിരിപ്പാണ് ഇർപ്പാൻകുട്ടി. ഇത് പരിപാടി കഴിഞ്ഞിട്ട് നമ്മള് വെഡിങ് എന്നെല്ലാം കേക്ക് മുറിക്കണതിന് ഭക്ഷണം കഴിക്കണതിന് എല്ലാം നമ്മൾ യൂട്യൂബിൽ കാണിക്കുന്നുണ്ടാവും. പിന്നെ ഈ 2ാമത്തെ വെഡിങ് ആനിവേഴ്സറിനോട് അനുബന്ധിച്ചിട്ട് നമുക്ക് കേക്ക് വാങ്ങാനൊക്കെ പോകണം. ഇർഫാൻകുട്ടി ഞാനാണ് കേക്ക് വാങ്ങാൻ പോണത് അല്ലേ ഇർഫാൻകുട്ടി? ഇത് കേക്കൊക്കെ പിടിക്കില്ലേ? കളയൊന്നുമില്ലല്ലോ. അതാണ് എൻ്റെ മരുമകള് വെഡിങ് മരുമകള് മൂത്ത മരുമകൾക്ക് ഓടി. അപ്പൊ ഇൻഷാല്ലാ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഉമ്മ ബാക്കിയുള്ള പ്രോസസ് നടക്കുമ്പോൾ വിളിക്കേ. അല്ലേ മന്തി റൈസ് വെക്കാൻ നമ്മൾ ഓയിൽ ഒഴിച്ചു. ഈ അത്യാവശ്യം ഒരു ഗ്ലാസ് ഓയിൽ ഒഴിച്ചിട്ടുണ്ടാവും. ഇനി നമ്മളിത് ചെറിയ കുഞ്ഞേ ഒരു സബോളയാണ്, വലിപ്പമല്ല, മീഡിയം ഒരു സബോള. ഒരു വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു 5 പൂണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. മീഡിയം, ഒരുപാട് കുഞ്ഞേതും അല്ല, വലുതാണ്. അപ്പോൾ ഒരു 5 എണ്ണം. അപ്പോൾ നമ്മൾ പിന്നെ ഒരു ക്യാപ്സിക്കൻ ഒരെണ്ണം. അപ്പോൾ നമ്മൾ അതും കൂടി ഇതിലേക്ക് ശരിയുണ്ട്. ഒരു ഇട്ടിട്ട് ചട്ടാകും. അപ്പോൾ നമ്മളെ ഒരു 5 ഏലക്ക, 2 കിലോ റൈസിന് 5 ഏലക്ക വെച്ചിട്ട് നമ്മൾ ഇടുന്നുണ്ട്. അതുപോലെ ഒരു 5 കറിയാമ്പൂ ഇടുന്നുണ്ട്. നമ്മളൊരു വലിയ പട്ടയാണ്, അത് നറുങ്കുറുന്നാക്കിയിട്ട് ഒരു 5-6 കഷ്ണം ഇടുന്നുണ്ട്. ഒരു 3 പച്ചമുളക് ഇടുന്നുണ്ട് ഫുള്ളായിട്ട്. കുരുമുളക്, നല്ല ജീരകം 2 നാരങ്ങ ഇടുന്നുണ്ട്. നാരങ്ങ ഇപ്പോൾ ഇടണ്ട, വെള്ളത്തിൽ. അപ്പോൾ നമ്മുടെ മന്തിയുടെ റൈസിൽ ഉള്ള മസാല കൂട്ടൊക്കെ ഇതായി. അപ്പോൾ ഒരുപാട് ഇതൊന്നും ആകണ്ട, മീഡിയം മതി. അപ്പോൾ ഏകദേശം ആയിക്കണം. നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ 2 കിലോ അരി, ഇതിന് 3/4 പാത്രം ഉണ്ട്. 3/4 പാത്രം അരിക്ക് നമ്മൾ 1.5 പാത്രം വെള്ളം ഒഴിക്കണം. ഇപ്പോൾ മന്തി വെവിച്ച വെള്ളമാണ്. ഇതിൽ വെള്ളം ചേർത്തിട്ടാണ് 1 പാത്രം വെള്ളം. ഇനി ഒരു 1/2 പാത്രം വെള്ളം ഇതിലേക്ക് ചേർത്തിയാൽ 2 കിലോ അരിക്ക് ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളമാണ്. അപ്പോൾ അതിൽ 3/4 പാത്രം അരിയുണ്ട്. അപ്പോൾ നമുക്ക് 1.5 പാത്രം വെള്ളം ഒഴിച്ചാൽ കറക്റ്റായി. അപ്പോൾ നമുക്കിനി ഈ 2 നാരങ്ങയും കൂടി നമ്മളിതിലേക്ക് ഇടുകയാണ്. മന്തിയുടെ റൈസ് എടുത്ത് വരാം. അപ്പോൾ മന്തി റൈസും കൂടി നമ്മൾ 1 സ്പൂൺ ഇടുന്നുണ്ട്. മതി. അപ്പം നമ്മൾ 1 പാത്രം വെള്ളം ഒഴിച്ച് ഇനി ഒരു 1/2 പാത്രം വെള്ളം കൂടി ഒഴിച്ചാൽ സെറ്റായി. വെള്ളമൊക്കെ നല്ല തിളച്ച് ഇതേ മന്തിയുടെ റൈസ് ഉള്ളിക്കാട്ട് മന്തിയുടെ റൈസ് നമ്മൾ അരി ഇടുകയാണ്. അരി ഇടുകയാണ്.
അപ്പോൾ നമ്മുടെ മന്തിയുടെ റൈസൊക്കെ നല്ല പോലെയായി. നമ്മൾ ഇതേ അങ്ങനെ നമ്മൾ കുഴിമന്തി ടേസ്റ്റ് ചെയ്യാൻ പോകണം. ആദ്യം നമുക്ക് പിള്ളേർക്ക് കൊടുക്കാം. കഴിച്ചിട്ട് പറയടാ എങ്ങനെ ഉണ്ടെന്ന്. കഴിക്കടാ. കുഴിമന്തി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കഴിക്കൂ. കഴിച്ചിട്ട് പറയൂ. അവിടെ പാത്രം എടുക്കൂ. പ്ലേറ്റ് പാത്രമായ കാരണം പോകുന്നു. ഇതുകൊണ്ടൊരു അവിടെ ഇട്ടൂലേ. എന്നാൽ പിന്നെ നമ്മളും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്താലേ കാര്യം നോക്കും. മയോണൈസ് നിൻ്റെ പാത്രമോ അതിലിട്ടില്ല. കലക്കിണ്ട് സൂപ്പർ. ആ രതീഷ് മൂടണ പോലെ മൂടാൻ നമുക്ക്. അല്ല ഫിറോസ് സൂപ്പർ. സൂപ്പറായിട്ട് അടിപൊളി. നല്ല ടേസ്റ്റ് ഉണ്ട്. കുഴിമന്തി നല്ല അടിപൊളിയായിട്ട് എന്ത് സൂപ്പറല്ലേ. അതൊക്കെ എന്തുമാത്രം പഞ്ഞി പോലെ ചിക്കനൊക്കെ വെന്ത് നല്ല റൈസൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇന്നാൾ റൈസ് വെച്ചത് കുറച്ച് വെവ് കുറവായിരുന്നു. ഇപ്പോഴത്തെ റൈസൊക്കെ നല്ല ഇതുണ്ട്. പക്ഷെ എൻ്റെ മാപ്പിളയ്ക്ക് പല്ലില്ലാത്ത കാരണം ഒത്തിരി അത് കാരണം ഒന്ന് വെവിച്ച് നല്ലപോലെ വെവിച്ചതാണ്. റൈസ് ഇത്ര വേഗണ്ട. എന്നാലും ഇപ്പോൾ ഇങ്ങനെ വെന്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാൽ വെന്തപ്പോൾ നല്ല രസമുണ്ട്. ചോറ് വെവ് കുറവാകുമ്പോൾ നമുക്ക് കഴിക്കാനൊരു ബുദ്ധിമുട്ട് പോലെ. ഇപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ കുഴിമന്തി നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ മന്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും. അത് കയ്യാ മധുരം കൊണ്ട് അമ്മനാടാണ്. അത് സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ്. ഭാഗം കൊണ്ടാണ് നോക്കിയ അങ്ങനെ ഷെഫീഖിന്റെയും സാലിഹാന്റെയും രണ്ടാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അതിന്റെ ആഘോഷ ചടങ്ങിൽ ഞങ്ങൾ കുഴിമന്തി പടച്ചു. സൂപ്പറായിരുന്നു. ഇനി അതിനുശേഷം ഞങ്ങൾ കേക്ക് മുറിച്ച് നമ്മുടെ ആ ഒരു പരിപാടിയിലേക്ക് കിടക്കണം. രണ്ടാളും മുറിക്കൂ. എന്താ പറയാനുള്ളത്? ഞാനെന്താ അപ്പോൾ കേക്ക് മുറിക്കാൻ പോവാണ്. അടിപൊളി മന്തി ബിരിയാണിയൊക്കെ കഴിച്ച് വാർഷികം അടിപൊളി ഉഷാറാക്കി. ഇനി നമ്മൾ അതിൻ്റെ കേക്ക് മുറിക്കുകയാണ്. ആ കേക്ക് മുറിക്ക് ചടങ്ങ് കൂടി കഴിഞ്ഞാൽ കേക്ക് മുറിക്കാൻ പോവാണ്. വെഡിങ് ആനിവേഴ്സറി. അടിപൊളി ഡാൻസ്
കേക്ക് കിട്ടാൻ കാത്തിരിക്കണം. എപ്പം മുറിക്കാനായിട്ട് കാത്തിരിക്കണം കേക്ക്. ഇവർക്കുണ്ടാക്കാൻ എന്താ പറയാൻ അല്ലേ? പിടിച്ചോ. ഇംഗ്ലീഷിൽ പറയാം. കുറച്ച് അങ്ങനെ വധുവരന്മാര് വധുവരന്മാര് ബർത്ത്ഡേ അല്ല ഇത് വെഡിങ് ആനിവേഴ്സറി ആണ്. അങ്ങനെ വധുവരന്മാര് കേക്ക് മുറിക്കുന്നു. എല്ലാരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. എല്ലാരും ഞാൻ തന്നെ പറയും. കൈയടിക്കാൻ മറന്നെങ്കിൽ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. കൈയടിക്കും. ആ കൈയടിക്കും. ആ പരിപാടി ഇവിടെ പൂർണ്ണമായി. ഇനി ഓരോരോ കഷ്ണമായിട്ട് മുറിച്ച് പടയ്ക്കൂ. നിർത്തിയില്ല. 2 മിനിറ്റ് ആയിട്ടുള്ള നീ എഡിറ്റ് ചെയ്യാനാവില്ലേ? വീഡിയോ എടുക്കാം. ഞാൻ ഏരിയയിലേക്ക് പോയാ ഒന്നും കൂടി ഫോട്ടോ എടുക്കാൻ പറ്റിയ പാതിന് സെറ്റാക്കിണ്ട്. அப்படி കൊണ്ടുവന്നത് കൊടുത്ത് രണ്ടാളും ഒരുമിച്ച് കൊടുത്തു. സെറ്റായി. ഇനി യുദ്ധാണ്. ആദ്യം നമ്മള് ലഡു എന്ന് തുടങ്ങാം. ലഡുവാണ് നമുക്ക് ആദ്യം ലഡു എന്ന് തുടങ്ങിയത്. ആദ്യം ലഡു സന്തോഷത്തിന് നമുക്ക് എല്ലാവർക്കും ലഡു കുഴപ്പമില്ല. നീ കൊടുത്താ ലഡു നമ്മുടെ ലഡു അല്ല. ലഡു അല്ല. എല്ലാത്തിലും വ്യത്യാസമല്ലേ? ലഡു അങ്ങനെ സിത്താര കേക്ക് ഇടാനുള്ള പരിമാവത്തിലിരിക്കുകയാണ്. നമ്മളതിന്റെ പരിമാവം തീർക്കാൻ പോകും. വലിയ കഷ്ണം കേക്ക് വായിലിട്ടു. ഇത് മധുരണ്ടാവില്ല. കേക്ക് നല്ല വെയിറ്റിംഗിലാണ്. കുറച്ച് കഴിച്ചോ? എല്ലാവർക്കും അപ്പൊ കറക്റ്റ് ആവും. റോസാപ്പൂവിന്റെ കടുക്കായിരുന്നു. മുറിക്കാനാ ചെറുതാ വലുതാക്കൊണ്ട് ഈ കഷ്ണത്തിൽ മുറിക്കാം. കത്തിയൊന്നും കായില്ല കേട്ടോ. കേക്ക് മുറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ലഡു കഴിച്ചു, കേക്ക് മുറിച്ചു, എല്ലാവർക്കും കൊടുത്തു. പിന്നെ കേക്ക് അവിടെ മുറിച്ചുകൊണ്ടിരിക്കുക എല്ലാവർക്കും പാകത്തിനുള്ള. അത് കഴിച്ച് നമ്മളും കഴിച്ച് അപ്പുറത്ത് ഇപ്പുറത്തെ വീട്ടിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പരിപാടി കഴിച്ചു. അപ്പോൾ നമ്മൾ ഈ എല്ലാവരും ഉള്ളതിൽ ഷമീർ മാത്രം ഉണ്ടായിരുന്നില്ല. അനിയൻ അവൻ ദുബായിലാണ്. അവനോട് ഉണ്ടെങ്കിൽ ആൾ ഫുള്ളായേനെ. അപ്പോൾ എന്തായാലും കേക്ക് മുറിച്ച് ഇനി ഇർഫാൻകുട്ടിയൊക്കെ കേക്ക് ഒന്നുകൂടി കഴിക്കാനുണ്ട്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടുകാർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വെഡ്ഡിങ് പരിപാടി കഴിഞ്ഞു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ഗുഡ് ബൈ. എല്ലാവരും ഗുഡ് ബൈ പറയാം. എല്ലാവരും ഗുഡ് ബൈ പറയും. ഗുഡ് ബൈ പറയും. വീഡിയോ എൻഡ്. അപ്പൊ നമുക്ക് അതിന്റെ പേര് കഴിഞ്ഞു.
അസിനാഥ ഗുഡ് ബൈ പറയും ഇനി കഴിച്ചിട്ട് ഇതെല്ലാം